മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ വരണമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പല ഇതൊക്കെ പറയുന്നുണ്ട്. മെയിനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുള്ള, അതായത് വരുന്ന 5 വർഷം എങ്ങനെ കേരളത്തിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിന് നല്ലൊരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും പല മാധ്യമ ചർച്ചകളിലും അദ്ദേഹം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഞങ്ങൾ സമസ്ത AP വിഭാഗത്തിൻ്റെ പിന്തുണ LDF, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ LDFന്. അത് നിങ്ങൾക്ക് കാറിലും ഇതിലൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതുപോലെ പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടും ഒരു കേസ് പോലും എടുക്കാത്ത പിണറായി സർക്കാരിൻ്റെ മാജിക്കൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. അതുപോലെ തന്നെ ഇലക്ഷന് മുന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാൻ മടിച്ച സംഭവം, SDP-ൻ്റെയും വെൽഫെയർ പാർട്ടീൻ്റെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയ പാർട്ടികളുടെയും പിന്തുണ വേണ്ട എന്ന് തുറന്നടിച്ച് പറഞ്ഞൊരു നേതാവാണ് വി.ഡി. സതീശൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള ക്യാമ്പയിനുകളും ഈ സംഘടനകളൊക്കെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളോട്, എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. എനിക്ക് രണ്ടാമത്തേയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. എന്നെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കും എന്ന് പറയുന്നവരോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അത് തീരുമാനിക്കുന്നത് ഇവര് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ MLA മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടുക്കി ബിഷപ്പ് പറഞ്ഞു, എന്താ പറയുന്നത്, ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി.ടി. തോമസ് വേണ്ട, ഇവിടെ ഫ്രാൻസിസ് ജോർജ് മതി. അപ്പൊ ഞാൻ AICC സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ ബിഷപ്പ് അങ്ങനെ പറയുന്നത്. തൂണിലും തുരുമ്പിലും വരെ വർഗീയത കാണുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തുറന്നടിച്ച് പറയാന്ന് പറയുന്നത് ഒരു നേതാവിന്റെ ക്വാളിറ്റി തന്നെയാണ്. വേറെ ഒരു നേതാക്കന്മാരും എടുക്കാത്തൊരു സ്റ്റാൻഡാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കൂടി എടുക്കാൻ പറ്റാത്തൊരു നിലപാട്. ഭരണത്തിന് വേണ്ടിയിട്ട് ഏത് നേതാക്കന്മാരുടെ കാലിൻ്റെ അടിയിലും പോയിട്ട് അടിമകളെ പോലെ കിടക്കുന്ന പല നേതാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസിലടക്കം പല നേതാക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ടില്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പല നേതാക്കന്മാരും ചേരി തിരിഞ്ഞാണ്ട് വേസി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെ ഞാൻ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇദ്ദേഹത്തിന് നല്ല വീക്ഷണമുണ്ട്, നല്ല കാഴ്ചപ്പാടുണ്ട്. ഇദ്ദേഹം വന്ന ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിന് പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയാലും ഇതേ സംഘടനകളുടെ എതിർപ്പ് മുന്നോട്ട് വരുന്നില്ല 100% ഉറപ്പാണല്ലോ. അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ യുവാക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മയെ പറ്റിയിട്ടൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വീക്ഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ലൊരു മാസ്റ്റർ പ്ലാനുള്ള ഒരു നേതാവ് വരിക എന്നുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇത്രയും വീക്ഷണങ്ങൾ, ഇത്രയും കാഴ്ചപ്പാടുകളും ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടാണ് ഇദ്ദേഹം ഭരണത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാവുന്ന പ്രാവർത്തികമാക്കണമെങ്കിൽ ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാലേ അതിനൊക്കെ ഉത്തമമായിട്ട് അദ്ദേഹത്തിന് നടപടിയെടുക്കാനും പ്രവർത്തിക്കാനും കഴിയത്തുള്ളൂ. ഒന്നുകൂടെ പറയുന്നു, വീഡിയോ വരണം തന്നെയാണ് നമുക്ക് ആഗ്രഹം. ഇനി നേരെ മറിച്ച് കേസ് വരികയാണെങ്കിൽ ഇത് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്, അവിടെയുള്ള ആളുകൾ അത് ഒരു ചടങ്ങായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് തോൽപ്പിച്ച് കൊടുക്കണം. കാരണം ജനങ്ങൾക്ക് മീതെ ഒരു ഭരണാധികാരിയും കയറാൻ പാടില്ല. അതിന് ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി